കല്യാണി ഇപ്പൊ ദാസിന്റെ ശത്രുവാ, അതല്ലേ സത്യം? എന്നെ കൊല്ലാൻ ശ്രമിച്ചവൾ പിന്നെ എന്റെ മിത്രാവോ സാറേ? അവൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ദാസ് ഇനിയും വിശ്വസിക്കുകയാണെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതും കല്യാണി ഓർത്ത്. അവളെ ഓർത്ത് ഇനി ഞാൻ ദുഃഖിക്കില്ല സാറേ. ദാസ്, സ്വന്തം മക്കൾ കൊലയാളികളാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും ജന്മം കൊടുത്തവർ അവരെ പോലും ചേർത്ത് നിർത്താറുണ്ട്. രക്തബന്ധങ്ങളുടെ തിരിച്ചറിവ്. ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം മകളെ ചേർത്ത് നിർത്താൻ ദാസിന് കഴിയുന്നില്ല. അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സാറിന് എങ്ങനെ അറിയാം? എനിക്കറിയാം. അവളെക്കാൾ കൂടുതൽ അവളെ എനിക്കറിയാം. ദാസിന് സംശയമുണ്ടോ? സാറിന് അവളെ അറിയില്ല എന്ന് ഞാൻ പറയും. ദാസിനോട് ഒത്തിരി കാര്യങ്ങളിൽ ബഹുമാനമുള്ള ആളാണ് ഞാൻ. എന്റെ അകല കുറച്ചു ദിവസങ്ങളായി വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത അത് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചിട്ടും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച ദാസിന്റെ ആ മനസ്സ് അത് കാണാതെ വയ്യ. അതിനെനിക്ക് കിട്ടിയല്ലോ സാറേ. മകളാദ്യമേ തന്നു പ്രതിഫലം, മകൻ പ്രതിഫലം തരാൻ വളരുന്നു. സാറേ, സാറ് വളരെ വലിയ മനുഷ്യനാണ്. പക്ഷേ എന്റെ മനസ്സ് സാറിന് മനസ്സിലാവുന്നില്ല. സാറിന് 2 ആൺകുട്ടികളാണ്. അച്ഛനെയും അമ്മയും ജീവനെ പോലെ സ്നേഹിച്ച് അവരെ ദൈവങ്ങളായി ആരാധിക്കുന്ന 2 ആൺമക്കൾ. അതുകൊണ്ട് മക്കളാൽ ചതിക്കപ്പെട്ട ഒരു അച്ഛന്റെ ചങ്കിടിപ്പ് സാറിന് മനസ്സിലാവില്ല. എങ്ങനെ ചതിച്ചു എന്നാണ് ദാസ് പറയുന്നത്? ഒക്കെ ദാസിന്റെ തെറ്റായ ധാരണയാണ്. കല്യാണി വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ദാസ് അവളുടെ തലത്തിലേക്കും കൂടി ഒന്ന് ചിന്തിക്കണം. ദാസിനറിയാമോ, ദാസിന്റെ ഭാര്യ മരിച്ചപ്പോൾ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു ഈ കൈകളിൽ. ഓർമ്മയുണ്ടല്ലോ? കുഞ്ഞിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചവളാ കല്യാണി. അവനെ വളർത്തിയത് കല്യാണിയാണ്. അത് ദാസ് മറക്കരുത്. ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് കല്യാണിയോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവൾ എനിക്ക് തിരികെ തന്നത് എന്റെ ജീവനാണ്. സാറിന് അവൾ ജീവൻ തിരികെ തന്നു, എന്റെ ജീവൻ എടുക്കാൻ നോക്കി. ഒരു ചെറിയ വ്യത്യാസം മാത്രം. ദാസേ, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, കല്യാണിയെ ദാസ് തെറ്റിദ്ധരിക്കരുത്. ദാസ് എനിക്ക് അന്യനല്ല. ദാസിനെ തൃച്ചംബരത്ത് ആരും അന്യനായി കണ്ടിട്ടുമില്ല, കാണാൻ അഖില അനുവദിച്ചിട്ടുമില്ല. ആരെയും പേരെടുത്ത് വിളിക്കുന്ന അഖില പോലും ദാസിന് ദാസേട്ടാന്നാ വിളിക്കുന്നത്. ദാസിന് എന്നെ വിശ്വാസമാണ്. എന്ത് ചോദ്യ സാറേ ഇത്? ദൈവത്തെ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കോ? എങ്കിൽ കേട്ടോ, കല്യാണിയല്ല ദാസിനെ കൊല്ലാൻ നോക്കിയത്. ചെമ്പരത്തെ ശാപം പിടിച്ച ഒരു ജന്മമില്ലേ വിലാസിനി, അവളുടെ പണിയാ. അവളാ ദാസന്റെ സുഖവരെ അന്വേഷിക്കാൻ വന്നിട്ട് ഗുളിക മാറ്റിവെച്ചത്. സാറ് പറയുന്നത് ഇനിയും ദാസിന് വിശ്വാസമായില്ലെങ്കിൽ അവളെ തന്നേക്ക് ദാസേ. പെൺമക്കളില്ലാത്ത ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഒരിക്കലും ക്ലാവ് പിടിക്കാത്ത മനസ്സിന്റെ ഉടമയാണ് ദാസയാവും. ദാസിന് വിഷമം തോന്നിയെങ്കിൽ വിട്ടേക്ക്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനെന്തു മനുഷ്യനാ ദാസ? അച്ഛൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ പറ്റുമോ ഞാൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്? മഹാപാപം പറയല്ലേ അച്ഛ. മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് സഹിക്കില്ല. സുധേ,
നമ്മളെ മോളെ ഞാൻ അറിഞ്ഞില്ലല്ലോ സുധേ. തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് നീ ക്ഷമിക്കണം. പാവന്റെ പൊന്നുമോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. മറുത്തൊരു വാക്കുപോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അവള് നടന്നതെന്ന് ഈ അച്ഛൻ അറിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതുമില്ല. മഹാഭാവിയാണ്. മാപ്പ്, മാപ്പ്. ഈശ്വരന്മാരെ, എവിടെ പോയി തൊഴുതാൽ എൻ്റെ പാപം തീരും? ഏതഗ്നിയിൽ പോയി ദഹിച്ചാൽ എനിക്ക് പാപമോക്ഷം കിട്ടും? മോളെ, എന്റെ പൊന്നുമോളെ തന്നെ അച്ഛൻ വിളിക്കുന്നത്. അച്ഛന് തെറ്റുപറ്റിപ്പോയി. എന്റെ മോളെ വേദനിപ്പിച്ചതിന് അച്ഛന് മാപ്പ് തരണം. എന്നെ വിലപ്പുറത്തമ്മേ, എന്റെ വിളി നീ കേട്ടു. എന്റെ അച്ഛനെ നീ എനിക്ക് തിരികെ തന്നു. അച്ഛാ, എനിക്കിനി മരിച്ചാലും മതി. മോളെ, സർ. ആ, കല്യാണിയോ? സർ, എനിക്ക് എന്റെ അച്ഛനെ തിരികെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്താ മോളെ ഇത്? എഴുന്നേൽക്ക്. ഇതിനു വേണ്ടിയിട്ടുള്ള മഹത്തരമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സത്യങ്ങൾ പലപ്പോഴും മറഞ്ഞിരിക്കും, പക്ഷെ ഒരിക്കലും അത് അടഞ്ഞു പോകില്ല. കല്യാണിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. കുറച്ച് വിഷമിക്കേണ്ടി വന്നെങ്കിലും സത്യമെന്താണെന്ന് ദാസ് തിരിച്ചറിഞ്ഞില്ലേ? ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന തെറ്റിദ്ധാരണയേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ അച്ഛനും മകളും തമ്മിൽ. നമ്മൾ ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് മരണത്തിന് തുല്യമാണ് സർ. അച്ഛന് വേണ്ടി ജീവിച്ച മോളാ ഞാൻ. ആ അച്ഛനെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ സഹിക്കുക? ഓരോ നിമിഷവും നീറി നീറി മരിക്കുകയായിരുന്നു ഞാൻ. ഇന്നെനിക്ക് പുനർജന്മ കിട്ടിയേക്കണേ. പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് പഴയ ബന്ധങ്ങളെ തകർക്കുന്നതല്ല എന്നുറപ്പ് വേണം. ബന്ധങ്ങൾ കണ്ണാടി പോലെയാണ്. പൊട്ടിയാൽ പിന്നീട് ഒരിക്കലും ചേർത്ത് വെക്കാനാകില്ല. ഇനി അഥവാ ചേർത്ത് വെച്ചാൽ തന്നെ പഴയ ഭംഗിയുണ്ടാവില്ല. വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ദാസ് പാവമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സാധു. മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അതിർവരമ്പ് തീർത്ത മനുഷ്യൻ.
കല്യാണിയും അനിയൻകുട്ടനും അടങ്ങിയ ചെറിയ ലോകവും ചെറിയ മനസ്സുമാണ് അയാളുടെ. വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ മനസ്സ് താങ്ങിയെന്ന് വരില്ല. കല്യാണി എന്ന് വെച്ച് കല്യാണിയും ദാസിനെ പോലെ ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പ് കെട്ടണമെന്നല്ല. കല്യാണിയുടെ മോഹങ്ങൾ ആകാശത്തേക്ക് ചിറകടിച്ചു വരുമ്പോൾ പാവൻ ദാസിന്റെ ചിറക് തളർന്നു പോകരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഏതായാലും സന്തോഷമായില്ലേ അച്ഛനും മകൾക്കും? ദാസിനെ പോലൊരു അച്ഛനെ കിട്ടിയതിൽ കല്യാണിയും, കല്യാണിയെ പോലൊരു മകളെ കിട്ടിയതിൽ ദാസും അഭിമാനിക്കുക വേണ്ടത്. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. നിങ്ങൾക്ക് പകരം നിങ്ങളേ ഉള്ളൂ. ചെല്, ചിരിച്ച മുഖമാറ്റേ ഇനി കല്യാണി കാണാവൂ. കല്യാണി, കല്യാണി, കല്യാണി. അവളെയാണെങ്കി വെറുതെ വിളിച്ചു പോകണമെന്നില്ല. അവളിപ്പോ തോന്നുമ്പോ വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും. സമയവും കാലമൊന്നും അവൾക്കിപ്പോ ബാധകമല്ല. എല്ലാവരും കൂടി അവളെ തലയെ കയറ്റി വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അവൾ ഇനി ഇതും ഇതിനപ്പുറവും കാണിക്കും. എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ പോയാ അവള് നമ്മളെ അടിക്കും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഓ, വിവരണം നൽകിയതിന് നന്ദി. അയ്യോ, ഇന്നെന്താ മഹാറാണി ഒറ്റയ്ക്ക്? കൂട്ടുപ്രതികളൊന്നും കണ്ടില്ലല്ലോ. അരവിന്ദേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഞാൻ നിന്റെ ഏട്ടത്തിയമ്മ ആവാൻ പോകുന്നവളാണെന്ന്. ആ ഒരു ബഹുമാനത്തോടു കൂടി വേണം എന്നോട് പെരുമാറാൻ. ഏട്ടത്തിയമ്മ, അത് നിന്റെ ഒരിക്കലും നടക്കാത്ത മോഹം, പാഴ്മോഹം. രംഗം ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും. അയ്യോ, എന്റെ ബ്രോയും അങ്ങനെ തന്നെയാ. മോഹിച്ചത് മാത്രമേ നേടിയെടുക്കുള്ളൂ. കല്യാണി അല്ല, ഇപ്പൊ കല്യാണിയെ കണ്ടിട്ട് എന്തിനാണാവോ? കല്യാണി മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ്. അറിയാം, തൃച്ചംബരത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. ഇക്ക് കണ്ടത് കല്യാണിയാ. അറിയാം, ഒരു കാലത്ത് അവൾ അരവിന്ദിന്റെ പ്രിയപ്പെട്ടവളാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഒരർത്ഥത്തിൽ അവള് മിടിക്കുക. അരവിന്ദനെ കിട്ടില്ലെന്ന് തോന്നിയപ്പോ കേവലം ഒരു പൊതുനാട്ടിയിലൂടെ ഏട്ടൻ വിശ്വാമിത്രനെ മയക്കിയെടുത്തല്ലോ. വല്ലഭന് പുല്ലു ആയതെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവളുടെ കാര്യത്തിൽ അത് ബോധ്യമായത്. കഷ്ടം, അമ്മയുടെ കണ്ടത്തിലെ പാഴായി പോയില്ലെന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു സങ്കടം. പാഴായതും ഇനി പാഴാകുന്നതും നിന്റെ മോഹങ്ങളാ. അതെ, അടുക്കളക്കാരിയെ ഏട്ടത്തമ്മയാക്കി കളയാവുന്നുള്ള നിന്റെ മോഹം. ഓ, കൊള്ളാം. എന്റെ ബ്രോയും കല്യാണിയും പിരിക്കാനുള്ള മോഹത്തിലാണ് നീ ഇത് പറയുന്നതെങ്കിലേ നിനക്ക് തെറ്റി. അത് ശക്തമായിട്ടുള്ള പ്രണയമോളെ. അതിനി ആര് വിചാരിച്ചാലും പിരിക്കാനാവാത്ത തരത്തിലുള്ള പ്രണയം. ഓ, പിന്നെ നീയും ഇളയമ്മയും ചേർന്ന് ദാസേട്ടന് ഗുളിക മാറ്റിക്കൊടുത്ത കഥ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അമ്മ വരട്ടേന്ന് വെച്ച് കാത്തിരിക്കുക. അല്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് കിടന്ന ആ മനുഷ്യനെ കൊല്ലാൻ നോക്കിയ നിന്റെ കൈ ഞാൻ അരിഞ്ഞെടുത്തേനെ. അരവിന്ദ്, മിണ്ടരുത്. ഇനി നിന്റെ ഈ പുഴുത്ത നാവെടുത്ത് പുറത്തിട്ടാ പറത്ത് മാറ്റും ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകൂടി കേട്ടോ നീ. കല്യാണി പോലൊരു പെണ്ണാവണമെങ്കിലേ നീ ഇനിയും ഒരുപാട് ജന്മങ്ങൾ ജനിച്ച് മരിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും നിനക്കത് സാധിച്ചു എന്ന് വരില്ല കേട്ടോ.
എന്റെ ദൈവങ്ങളെ, ഒരുപാട് നന്ദിയുണ്ട്. നേർന്ന നേർച്ചകളൊക്കെ ഞാൻ നടത്താം. ഏതായാലും എന്റെ അച്ഛൻ സത്യം തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷായി. ഇപ്പോ മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ഇനി ഒരിക്കലും എന്റെ അച്ഛൻ എന്നെ സംശയിക്കാൻ ഇടവരുത്തല്ലേ. ഇനിയിപ്പോ ദൈവങ്ങളുടെ സ്വസ്ഥത കൂടി ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ചതാണോ ശീലാവതി? ദൈവം പോലും പൊറുക്കാത്ത പ്രവൃത്തിയല്ലേ നീ ചെയ്തു കൂട്ടിയത്? അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാത്ത പോലുള്ള അവളുടെ നോട്ടം കണ്ടില്ലേ? എടി, സ്വന്തം തന്തയെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയവളുമാര് വിളിച്ചാലൊന്നും ദൈവങ്ങള് വിളി കേൾക്കില്ല, പ്രസാദിക്കില്ല. നിക്കടി. നിക്കാൻ. എന്തായിരുന്നു കരഞ്ഞു വിളിച്ചുള്ള നിന്റെ പ്രാർത്ഥന? ദൈവമേ, അടുക്കളക്കാരിയായ എന്നെ അരമനയിലെ കെട്ടിലമ്മ ആക്കണേന്നായിരുന്നോ? ഓ, എനിക്കിതാ ഇഷ്ടമില്ലാത്തത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ചോദിച്ചതിനുള്ള മറുപടി പറ നീ. മാഡം, ക്ഷമിച്ച് ജീവിക്കുന്നത് എന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാ. ഇന്നലെ വരെ എന്റെ കണ്ണുനീരിനെ ഒരു ചിരി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നാ അതിനൊരു ശമനം ഉണ്ടായത്. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? വായടിക്കടി. നിന്ന് പ്രസംഗിക്കുന്നോ നീ? ദേ, നിന്റെ ഉള്ളിലിരിപ്പും ഉദ്ദേശവും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിനക്കും അറിയാം. പക്ഷേ ഈ ജന്മം അത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. നടത്തില്ല ഞാൻ. വേണ്ടി വന്നാ നിന്നെ കൊന്നൊഴിവാക്കാനും മടിക്കില്ല ഈ വിലാസിനി. ഇതൊന്നും ആദ്യത്തേതല്ലോ. ഞാൻ ഈ തൃച്ചംബരത്ത് വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാ മാഡം എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം. വിഷം ചേർത്ത പാല് തന്നത് മുതൽ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ഞാൻ പറയണോ? മാഡം പറഞ്ഞല്ലോ ഞാൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവളാണെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കല്യാണി അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിലാദ്യത്തെ ഇര മാഡം ആയിരുന്നേനെ. ഒട്ടും കുറ്റബോധം ഇല്ലാതെ കൊന്നു കുഴിച്ചു മൂടിയേനെ ഞാൻ. കാരണം തൃച്ചംബരത്തിന് മാഡം ചത്തൊഴിയുന്നതാ നല്ലത്. എച്ചിൽ വരുന്ന നീ എന്നെ വേണ്ട, എന്നെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ നിൽക്കുക. മാത്രമല്ല എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ വിലാസിനി മാഡത്തിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി പോവാൻ അത്ര മോശക്കാരിയല്ല കല്യാണി. എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും, ക്ഷമിക്കും. അതെന്റെ വിധിയാണെന്ന് ഓർത്ത് സ്വയം സമാധാനിക്കും. പക്ഷേ എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴ്ത്തിയാ കൊല്ലും, കൊന്നുകളയും നിങ്ങളെ. അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നാ ഞാനിപ്പോ പ്രാർത്ഥിച്ചത്. അച്ഛനാ ഈ കല്യാണിയുടെ ലോകം. ജീവന് കൊതിയുണ്ടെങ്കിൽ ഇനി അതിന് ശ്രമിക്കരുത്.